ഞാൻ സൈന അനീസ്, എറണാകുളം കളമശ്ശേരിയിൽ നിന്ന് വരുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊൽക്കത്ത ബിരിയാണിയാണ്. അതിന് ആദ്യം വേണ്ടത് 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, കാശ്മീരി മുളക് പൊടി, ഗരം മസാല, പിന്നെ സ്പെഷ്യൽ കൊൽക്കത്ത ബിരിയാണി മസാല, നെയ്യ്, തൈര്, ഉരുളൻകിഴങ്ങ്, മുട്ട എന്തായാലും ഇതിനാവശ്യമുണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഫിറ ബസുമതി റൈസ്, നല്ല ലോങ് ലാസ്റ്റിങ്, നല്ല ഫ്ലേവറുള്ള നല്ല റൈസാണ്. ഇതാണ് നമ്മൾ ബിരിയാണിക്ക് വേണ്ടി എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിക്കണം. നമുക്ക് ബിരിയാണിയിലേക്ക് സവാള വറുത്ത് കോരണം. അപ്പോൾ ഞാൻ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് സവാള നമുക്ക് മസാലയ്ക്കായിട്ട് ഉപയോഗിക്കണം. നല്ല ചൊകാന്ന് വറുത്ത് വരണം. അതാണ് കൊൽക്കത്ത ബിരിയാണിയുടെ പ്രത്യേകത. ബസുമതി അരി, ഫിറ ബസുമതി അരിയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. 1 കിലോ ചിക്കന് 2 ഗ്ലാസ് അരി, അതായത് 1/2 കിലോ അരിയാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. നല്ല ഫ്ലേവറുള്ള നല്ല അരിയാണ്. നമ്മൾ അരി സോക്ക് ചെയ്യാൻ വെക്കുകയാണ്. നമ്മുടെ 1 കിലോ ചിക്കനാണിത്. ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉപ്പ് നമുക്ക് മസാല കുറവുണ്ടെങ്കിൽ മസാലയിൽ നോക്കിയിട്ട് ചേർക്കാം. ഇപ്പം ഞാൻ 1.5 സ്പൂണാണ് ഉപ്പ് ചേർക്കുന്നത്. പിന്നെ തൈര്, അധികം പുളിയില്ലാത്ത തൈരായിരിക്കണം തൈര്. പിന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് ഇതിൽ എരിവിന് കളറിനൊക്കെ വേണ്ടത്. 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി. പിന്നെ നമ്മുടെ ബിരിയാണി മസാല, നല്ല മണമുള്ള മസാലയാണ്. ബിരിയാണി മസാല 2 സ്പൂണ്. നമ്മളല്ലാതെ ഇതിൽ പൊടികളൊന്നും ചേർത്ത് കൊടുക്കൂല. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 1 സ്പൂൺ, ഇഞ്ചി 1 സ്പൂൺ, പിന്നെ കുറച്ച് ഗരം മസാല, കുറച്ച് ഗരം മസാല, പിന്നെ ഒരു ഇച്ചിരി കുരുമുളക് പൊടി. പിന്നെ നമ്മുടെ സവാള നല്ല ചുമന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് സവാള നമ്മൾ അതിലേക്ക് പകർത്തി കൊടുക്കണം. ഇനി നമുക്ക് ചേർക്കേണ്ട ഒരു ഐറ്റം കൂടി ഉണ്ട്, നെയ്യ്. നല്ല മിൽമ നെയ്യാണ് ഞാൻ ചേർക്കണത്, 2 ടേബിൾ സ്പൂൺ നെയ്യ്. ഇനി നമുക്കിതെല്ലാനും കൂടി നല്ലപോലെ മിക്സ് ചെയ്യണം. നമ്മുടെ ബാക്കിയുള്ള ബിരിയാണി മസാല പോലെ മല്ലിപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇതിൽ ചേർക്കാൻ പാടില്ല. കേരളത്തിലുള്ളവർ കൂടുതലും ഹൈദരാബാദി ബിരിയാണിയാണ് ട്രൈ ചെയ്യാറുള്ളത്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ ഇരിക്കട്ടെ. നമ്മുടെ അരിക്ക് വേണ്ട വെള്ളം 2 ഗ്ലാസ്സിന് 4 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. നമ്മുടെ അരി വേവിക്കാനുള്ള ആവശ്യമായിട്ടുള്ള പട്ട, ജീരകം, ബേ ലീഫ്, ഏലക്കായ ഇതെല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കണേ. വെള്ളം നല്ലപോലെ തിളയ്ക്കട്ടെ. നമുക്ക് അരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 സ്പൂണ് ഉപ്പാണ് ഇട്ട് കൊടുക്കണേ. അരി വേവിക്കാൻ ആവശ്യമായിട്ട് സമയത്ത് തന്നെ കുറച്ച് ചെറുനാരങ്ങ നീര്, അരിക്ക് നല്ല പുളിപ്പ് കിട്ടാനും പിന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കാനൊക്കെ ചെറുനാരങ്ങ നീര് ചേർക്കണം. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റൈസ് വേവിച്ചത് ഇതിലേക്ക് ഇടാം. ഫെറയുടെ ബസുമതി റൈസ് നല്ല മണമുണ്ട് കേട്ടോ, നല്ല റൈസാണ്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ വേവിച്ചെടുക്കാം. നല്ല മസാലയൊക്കെ തേച്ച് വെച്ചിരിക്കുന്ന ചിക്കനാണ്. പാനിലേക്ക് ഇടാം. നമുക്ക് 1 സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം. കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി നമ്മുടെ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാൻ സവാള ചേർത്ത് കൊടുക്കുകയാണ്. 1.5 സവാളയാണ് ഞാൻ ചേർത്ത് കൊടുക്കണേ. 1 കിലോ ചിക്കന് 1.5 കിലോ സവാള എന്ന കണക്കിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സവാള വഴണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാലയൊക്കെ തേച്ച് വെച്ച ചിക്കൻ നമ്മുടെ സവാളയ്ക്ക് നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ചിക്കനിൽ നിന്നുള്ള വെള്ളം മുഴുവനും ഇതിലേക്ക് ഇറങ്ങി വരും. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് മസാലയുടെ കുത്ത്. നമ്മുടെ ചിക്കൻ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ കൊൽക്കത്ത ബിരിയാണിയിലേക്ക് ചേർക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഉരുളക്കിഴങ്ങ്. ഇങ്ങനെ നമ്മൾ 4 പീസായിട്ടാണ് ഞാൻ ഇടുന്നത്. കാരണം വലിയ ഉരുളക്കിഴങ്ങ്, ചെറിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ നമ്മൾ എപ്പോഴും എന്താ ചെയ്യേണ്ടത്, 2 പീസാക്കണം. ആ ചിക്കൻ്റെ വെള്ളവും മസാലയുടെ ഒക്കെ ഒപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ലപോലെ വേണം. ഹലോ making Calcutta biryani. Yes. Potato ഉണ്ട്, മുട്ടയുണ്ട്, അതെ. പിന്നെ സാഫ്രോൺ ഉണ്ട്, മിൽക്ക് ഉണ്ട്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ. ആൻഡ് വാട്ട് അബൌട്ട് യുവർ റൈസ്? ബസ്മതി റൈസിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? രക്ഷയില്ലാത്ത
അടിപൊളിയല്ലേ? ഫിറ 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 ബസ്മതി. നല്ല റൈസാണ്, നല്ല ഫ്ലേവറാണ്, നല്ല മണം, നല്ല മണം, നല്ല നല്ല long നീളൻ grain. യെസ്. നമുക്ക് ധൈര്യമായിട്ട് മുഴുവൻ എടുക്കുന്നുണ്ടോ? മുഴുവനില്ല, എടുത്തേ? 1 കിലോ എടുക്കുന്നില്ല, എന്നാലും എത്ര എടുത്തു? 3/4. മുക്കാൽ ഭാഗം. ഓക്കെ. ചിക്കൻ എത്ര എടുത്തു? ചിക്കൻ 3 കിലോ. 1 കിലോ. യെസ്. കൊൽക്കത്തയിൽ പോയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് കൊൽക്കത്ത ബിരിയാണി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാം. അതന്നെ. നൈസ്. നൈസ്. നടക്കട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലപോലെ വെന്ത് വരുന്നുണ്ട്, വേവട്ടെ. അപ്പോഴേക്കും നമ്മൾക്ക് നമ്മുടെ ബിരിയാണിയിൽ നമുക്ക് കുങ്കുമപ്പൂവ് സാഫ്രോൺ ചേർത്ത് കൊടുക്കണം. ഞാനൊരു കണ്ടോ ഇത്രയും സാഫ്രോൺ, ഒരു പിഞ്ച് നമ്മുടെ കുങ്കുമപ്പൂവും നമ്മുടെ പാലും കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കണേ. അങ്ങനെ നമ്മുടെ ചിക്കൻ വെന്ത് വന്നു കഴിഞ്ഞിട്ടാ ഇനി നമുക്ക് ഇതിന് കുറച്ച് സ്ട്രോക്ക് എടുത്ത് വെക്കണം. അതെന്തിനാണെന്ന് അറിയണ്ടേ? നമ്മൾ ദമ്മിടുമ്പോൾ ഈ സ്ട്രോക്ക് റൈസിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെയാണ് ആ ചോറിന് നല്ലൊരു ഫ്ലേവർ വരുള്ളൂ. സാധാരണ നമ്മൾ ചിക്കൻ ബിരിയാണി വെക്കുമ്പോൾ അങ്ങനെ സ്ട്രോക്ക് വെള്ളം എടുക്കാറില്ല. നമ്മൾ മന്തിയിലൊക്കെയാണ് നമ്മളുടെ സ്ട്രോക്ക് എടുത്തിട്ട് റൈസ് വേവിക്കണേ. ഉരുളക്കിഴങ്ങ് ചിക്കൻ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോണത് ലാസ്റ്റ് എല്ലാം നല്ലപോലെ വെന്ത് കൽക്കട്ട ബിരിയാണി. പൊട്ടാറ്റോ ഒക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്ക് റൈസ് ദമ്മിട്ട് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് മതി. മതി. അത് കഴിഞ്ഞ് സെറ്റ്. ഓ വെരി ഗുഡ്. എല്ലാവരും അപ്പോൾ കറക്റ്റ് ടൈമിന് തീർക്കുന്നു. ഓ ഭാഗ്യം. അപ്പോൾ ഈ ഒരു എന്താ പറയുക ക്വാർട്ടേഴ്സ് ആയപ്പോൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ഓ ടൈം കീപ്പ് ചെയ്യാൻ നോക്കുന്നു. പിന്നല്ലാണ്ട് അങ്ങനെ വേണ്ടേ? പിന്നെ ചിക്കൻ നല്ലപോലെ ജ്യൂസി ആവാനുള്ള ഒരു ടൈം കിട്ടിയില്ല, അതൊരു പ്രശ്നമാണ്. പക്ഷെ എന്നാലും നമ്മൾ മാനേജ് ചെയ്തു. ഇരിക്കും തോറും ആണല്ലോ ജ്യൂസി ആയി നല്ല സോഫ്റ്റ് ആവണത്. അപ്പം എന്നാലും ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് ഞാനത് നല്ലപോലെ ഗുഡ്. അപ്പം ചെയ്തോളൂ, ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്തില്ല. ഇനി എന്താണ് നെക്സ്റ്റ് പരിപാടി എന്നറിയോ? ഒരു സംഭവം കൂടി ഉണ്ട്. നമ്മുടെ സഫ്രോണും നമ്മുടെ മിൽക്കും കൂടി ഇച്ചിരി ഇതിൽ ആഡ് ചെയ്യണം. നമ്മുടെ കേരള ബിരിയാണി പോലെ കാഷ്നട്ട് കിസ്മിസും ഇല്ല, ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ബിരിയാണിയാണ്. അപ്പോൾ നമ്മളത് ദം ചെയ്യാൻ പോവുകയാണ്. ഞാൻ ചിക്കൻ്റെ മുകളിലേക്ക് തന്നെ നമ്മുടെ നല്ല മണമുള്ള നമ്മുടെ റൈസ് ഉണ്ടല്ലോ, നമ്മുടെ ഫിറയുടെ റൈസാണ് നമ്മൾ ചേർക്കുന്നത്. ഞാൻ ചേർത്ത് കഴിഞ്ഞു. ഇനി നമ്മളിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ സ്ട്രോക്ക് ഒഴിച്ചിട്ടില്ലേ, നമ്മുടെ ആ സ്ട്രോക്ക് ചിക്കൻ്റെ സ്ട്രോക്ക് അതൊഴിക്കണം. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മിൽക്കും സാഫ്രോണും കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ടില്ലേ, അതും നമ്മളിതിലേക്ക് ചേർക്കണം. നമ്മൾ നേരത്തെ കുറച്ച് ഉള്ളി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായില്ലേ, ആ ഉള്ളിയും കൂടി നമ്മൾ അതിലേക്ക് വിതറി കൊടുക്കുകയാണ്. നമ്മുടെ ഉള്ളി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മുടെ അവസാന ഘട്ടത്തിലേക്ക് ബിരിയാണി എത്തിക്കഴിഞ്ഞാൽ നമ്മളിനി ബിരിയാണി ദം ചെയ്യും. അങ്ങനെ നമ്മൾ അലൂമിനിയം പേപ്പറൊക്കെ വെച്ച് ഫോയിലൊക്കെ വെച്ച് നമ്മുടെ ബിരിയാണി നമ്മൾ ദം ചെയ്ത് ബിരിയാണിയൊക്കെ നല്ലപോലെ ദം ചെയ്ത് നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. ബിരിയാണി റെഡിയായി വന്നിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഉണ്ടോ? പിന്നെ നമ്മുടെ കേരളത്തിലെ ബിരിയാണിയുടെ അത്ര മണമൊന്നും നമ്മുടെ ഈ കൊൽക്കത്ത ബിരിയാണിക്ക് വരില്ല. മലബാർ ബിരിയാണിയുടെയും മന്തിയുടെയും അതുപോലത്തെ മണമൊന്നും ഇതിന് വരില്ല. അതൊരു വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. ചിലർക്ക് ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് സർവിങ് ഡിഷിലേക്ക് പകർത്താം.